നമസ്കാരം. മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു. നടൻ ദിലീപിന്റെ 150ാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വരുന്നത്. ഈ വേളയിൽ പുതിയ സിനിമയുടെ വിധി എന്ത് തന്നെയായാലും ദിലീപ് എന്ന നടനെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് വിപിൻ ഡേവിഡ് എന്ന സിനിമാ പ്രേമി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ദിലീപിനും അദ്ദേഹത്തിന്റെ സിനിമകൾക്കും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് അദ്ദേഹം നൽകുന്നത്. ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപ് എന്ന ജനപ്രിയയിലേക്കുള്ള വളർച്ചയും കേസിലേക്കുള്ള വീഴ്ചയും സിനിമ കഥ പോലെയുണ്ടെന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. വിപിൻ ഡേവിഡിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഒരു തിരിഞ്ഞുനോട്ടം. പ്രിൻസ് ആൻഡ് ഫാമിലി ആവറേജ് അഭിപ്രായം പലരും പറഞ്ഞു കേട്ടു. റിവ്യൂസ് ചെയ്യുന്നവന്മാർ എല്ലാം നെഗറ്റീവ് പറഞ്ഞു. ഫാമിലിക്ക് താല്പര്യമുണ്ടെങ്കിൽ പടം ഹിറ്റാവും, അല്ലെങ്കിൽ അടുത്ത ഒരു ഫ്ലോപ്പ് കൂടിയാവും. ഞാൻ പറയാൻ വന്നത് ദിലീപ് എന്ന ആക്ടർ, അയാളെക്കുറിച്ചാണ്. ഗോപാലകൃഷ്ണൻ അയാളുടെ ആഗ്രഹം കൊണ്ട് കഷ്ടപ്പെട്ട് ദിലീപ് എന്ന അയലത്തെ വീട്ടിലെ പയ്യൻ ആയ യാത്ര അവിശ്വസനീയമായ ഒന്നാണ്. ആ യാത്ര ഓരോ സാധാരണ സ്വപ്നമോഹിക്കും പ്രചോദനമാണ്. അത് ഏത് മേഖലയിലുള്ളയാൾ ആണെങ്കിലും. സ്വയം വിശ്വാസവും അതിനപ്പുറം കഠിന പരിശ്രമവുമുള്ള ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം. കാലം അയാളെ പൊളിച്ചെഴുതിയെങ്കിലും മുകളിൽ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ്, അതായിരുന്നു അയാളുടെ പവർ ഹൗസ് ഒരു കാലത്ത്. കോമിക് കോള തൊട്ട് മാനത്തെ കൊട്ടാരം വരെ എത്താൻ അയാൾ നടത്തിയ ശ്രമം അത്ഭുതകരമാണ്, കഠിനമായിരിക്കുന്നത്. ആദ്യ പടി കടന്ന് കിട്ടുക എന്നത് ഹിമാലയം ടാസ്ക് ആണ്. അയാളുടെ പരിശ്രമവും ക്ഷമയും കൊണ്ട് മറികടന്നു. രസികനായ, പാവമായ, നിസ്സഹായനായ, പ്രശ്നങ്ങളുള്ള ഒരു സാധാരണ മലയാളി ചെറുപ്പക്കാരൻ. ആ പ്രതിബിംബം അയാൾക്ക് ചേരുന്ന തക്കതായ ഫാമിലി കാഴ്ചക്കാരുടെ ഇടയിൽ 100% പതിപ്പിക്കാൻ അയാൾക്കായി. അത്തരം സിനിമകൾ ഉണ്ടായി. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, 3 Men Army പോലെയുള്ള തമാശ പടങ്ങളിൽ അയാൾ ഇവിടെ ആ സ്ഥാനത്തേക്ക് ആദ്യം ചുവട് വെച്ചു. അപ്പോഴും കാമ്പുള്ള ജനത്തിന്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറുന്ന സിനിമയുണ്ടായില്ല. ആ സാഹചര്യങ്ങളാണ് ഈ പുഴയും കടന്നുവെന്ന കമൽ ചിത്രം വന്നതും അത് ഹിറ്റായതും. അതിലെ അയാളുടെ ഗോപിയെ ജനങ്ങൾ എടുത്തതും. ആശൻ ശിഷ്യനെ ഒരു നടനായിട്ട് ജനത്തിന് പരിചയപ്പെടുത്തി. സല്ലാപവും അതിലെ ശശികുമാറും അത് ഉറപ്പിച്ചു, വിജയിച്ചു. അതായിരുന്നു തുടക്കം. നായകൻ നടൻ കോമഡി ചെയ്യും, ജനം അയാളെ ഏറ്റെടുത്തു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതായത് 1996 അവിടെ മുതൽ 2010 വരെ എങ്ങനെ വീണാലും ബോക്സ് ഓഫീസിൽ 4 കാലിൽ വീഴുന്ന പൂച്ചയായിരുന്നു അയാൾ. പതിയെ സിനിമ അയാളുടെ സാമ്രാജ്യമായി, സകല മേഖലയിലും അയാൾ രാജാവായി. അതിനുശേഷമുള്ള അയാളുടെ പോക്ക് അയാളുടെ ഇന്നത്തെ അവസ്ഥയുടെ തുടക്കമായി. അയാൾ തന്നെ രാജാവാക്കിയ ജനത്തെ തീർത്തും പരിഹാസ്യരാക്കുന്ന തട്ടിക്കൂട്ട് സിനിമകളുമായി വരാൻ തുടങ്ങി. അയാളിലെ നടനെ തേച്ചു മിനിക്കാൻ പോകുന്ന കഥാപാത്രം ഉപേക്ഷിച്ചു. അയാളിലെ നടൻ എന്ത് റിയാക്ഷൻ ഇപ്പോൾ ഇടുമെന്ന് ജനത്തിന് മുൻകൂട്ടി അറിയാം എന്ന അവസ്ഥയിൽ ആയി. മടുത്തു തുടങ്ങി. സാമാന്യം ബോധമുള്ള ഒരുപാട് ജനങ്ങൾ അയാളെ കൈവിട്ടു. വിഖ്യാത റിവ്യൂവർ പറയുന്ന പോലെ ഒരേ അച്ചിൽ വാർത്ത കുറേ മലം കൾട്ട് സിനിമകൾ കാലം മാറുന്നത് അറിയാതെ അയാളുടെ ആയിട്ട് പുറത്തേക്ക് വന്നു. എന്നെ പോലെയുള്ള ആളുകൾ അയാളുടെ സിനിമ തിയേറ്ററിലും ടിവിയിലും പോലും കാണാതെയായി. ഇടയ്ക്കിടയ്ക്ക് ചില ഐറ്റംസ് വരുമ്പോൾ മാത്രം പോയി കാണും. കഥയുടെ അവസാനം അയാളെക്കുറിച്ച് ഒരുപാട് ആരോപണം വന്നു. മലയാളം സിനിമയിൽ സൂപ്പർ സ്റ്റാറിനെ പോലും നിലയ്ക്ക് നിർത്താൻ പവറുള്ള ഒരാൾ എന്ന വളർച്ച അയാളിലുണ്ടായി. അടുത്ത വീട്ടിലെ പയ്യൻ എന്ന സോഫ്റ്റ് ഇമേജ് പതിയെ പൊളിഞ്ഞു തുടങ്ങി. എല്ലാത്തിനും ഒടുക്കം പീഡന കേസായി ഒറ്റപ്പെട്ടു, അകത്തുപോയി. ഫാമിലി അയാളെ വില്ലനായി കണ്ടു. ജനപ്രിയനായ അയാൾക്ക് ക്രിമിനൽ ഇമേജ് വന്നു. പൂർണ്ണമായി ഫീൽഡ് ഔട്ടായി. വല്ലാത്തൊരു യാത്ര തന്നെ. ഇപ്പോൾ ഏറ്റവും മോശം കാലത്തോട് അയാൾ പടം വെട്ടുന്നു. അയാൾ തോൽക്കുമോ ജയിക്കുമോ തിരിച്ചു വരുമോ എന്നൊക്കെ കാലം ഉത്തരം പറയട്ടെ. ഒരു കാലം അയാളുടേതായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് അയാളിൽ ആരോപിക്കപ്പെട്ടതും 8ാം പ്രതിയായി കുറ്റം ചാർത്തി കൊടുത്തതും. വിധി വരും. കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ അയാൾക്ക് കിട്ടാം, അല്ലെങ്കിൽ പോരാടി ജീവിതത്തിൽ തിരിച്ചു വരാം. പക്ഷേ സിനിമയിൽ അയാൾക്ക് ഒരു പഴയ അടുത്ത വീട്ടിലെ ചേട്ടൻ ഇമേജ് തിരിച്ചു കിട്ടുമോ? എന്താണ് തോന്നുന്നത്? അഭിപ്രായം നിങ്ങൾക്ക് പറയാം. അയാൾ തിരിച്ചു വരാൻ ഇനിയും സാധ്യത ഉണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടം, 2 Countries പോലെയുള്ള രസമുള്ള കോപ്രായ കളിയില്ലാതെ പുതുമ തോന്നുന്ന സബ്ജക്റ്റ് കൊണ്ടുവന്നാൽ സാധ്യതയുണ്ട്. സാധാരണ മലയാളികളുടെ പ്രതിരൂപമുള്ള ഒറ്റ സിനിമ, ഒരു കഥാപാത്രം. ബേസിൽ ആ സ്ഥാനത്ത് വന്നെങ്കിലും രാമലീലയാണ് ഞാൻ അവസാനം തിയേറ്ററിൽ പോയി കണ്ട ദിലീപ് സിനിമ. അതിനു മുൻപ് പോയത് ലൈഫ് ഓഫ് ജോസുകുട്ടിയും ചന്ദ്രേട്ടൻ എവിടെയാണ്, അതിനു മുൻപ് കൽക്കട്ട ന്യൂസ് 2020 അപ്പോൾ പണ്ടും പുള്ളിയുടെ സിനിമ അങ്ങനെ പോയി തിയേറ്ററിൽ പോയി കാണുന്ന ശീലമില്ല. കണ്ടതെല്ലാം ഒരുപാട് ചിരിപ്പിച്ച, സന്തോഷിപ്പിച്ച സിനിമകളായിരുന്നു. ഒരാളുടെ വീഴ്ച ഓർത്തു പോയതാണ്. ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപ് എന്ന ജനപ്രിയയിലേക്കുള്ള വളർച്ചയും കേസിലേക്കുള്ള വീഴ്ചയും സിനിമ കഥ പോലെയുണ്ട്. അതിനുള്ള സാധ്യതയുമുണ്ട്. വല്ലാത്തൊരു കഥ തന്നെ. അതേസമയം ദിലീപ് ആരാധകർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. രാമലീലയ്ക്ക് ശേഷം ദിലീപിൻ്റെതായി ഒരു തിയേറ്റർ ഹിറ്റ് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷകൾ പൂർണ്ണമായി തകർന്നെങ്കിലും സമ്മിശ്ര പ്രതികരണം നേടിക്കൊണ്ടാണ് ചിത്രം തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച ചിത്രമാണെങ്കിലും പതിവ് പോലെ ഒരു വിഭാഗം ദിലീപിനെതിരെ
നെഗറ്റീവ് പ്രചരണം നടത്തുകയാണെന്ന് ദിലീപ് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അല്ല, ചിത്രം പ്രതീക്ഷിച്ച അത്ര നിലവാരം പുലർത്തിയില്ലെന്ന വിമർശനവും ചിലർ ഉയർത്തുന്നുണ്ട്. സിനിമാ ആരാധക ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്. ഞാനൊരു ദിലീപ് ഫാൻ അല്ല, പക്ഷേ ഇങ്ങനെയൊന്നും ഒരു സിനിമയ്ക്കും റിവ്യൂ പറയാൻ പാടില്ലെന്ന അഭിപ്രായമുണ്ട്. കാര്യം ബലാത്സംഗ കേസിലെ പ്രതിയൊക്കെയാണ് പുള്ളിയെങ്കിലും ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയോ ലക്ഷം ആളുകളുടെ പ്രയത്നമല്ലേ. ഇങ്ങനെ കാട്ടവരാതം, മലങ്കൽ ടു പ്രോമാക്സ്, വിന്റേജ് കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞാൽ നാളെ ആരെങ്കിലും അത് പോയി കാണുമോ എന്നാണ് സഫ്തർ ഹഷ്മി എന്നയാൾ അശ്വന്ത് കോക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പിൽ ചോദിക്കുന്നത്. ബ്രോമാൻസിൽ മാത്യു കോമാളിത്തരം കാണിച്ചപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തിനാ ഈ അശ്വന്തിന് ദിലീപേട്ടൻ കാണിച്ചപ്പോൾ മാത്രം തോന്നുന്നത്? അത് ഇരട്ടത്താപ്പല്ലേ? കോമാളിത്തരമായിരിക്കും എന്ന മുൻവിധിയോടെ ഒരു സിനിമ കാണാൻ ഇരുന്നാൽ അത് കോമാളിത്തരമായിട്ട് തന്നെയല്ലേ തോന്നുള്ളൂ. സോഫയിൽ ഏതോ ടോയ് വെച്ചതിന്റെ മേലെ പോയി ഇരുന്ന് ടോയ് ഒച്ച വെച്ചതിന് കേട്ട് ഞെട്ടിയ കോമഡിയൊന്നും അശ്വന്തിന് വർക്കായില്ലെന്ന് കരുതി അത് ആർക്കും വർക്ക് ആവില്ലെന്നില്ലല്ലോ. അതൊക്കെ വർക്കാവുന്ന 5-6 ആളും കൂടിയതല്ലേ നമ്മുടെ സമൂഹം. ഞാൻ എന്തായാലും നാളെ രാവിലെ തന്നെ പോയി കാണാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഒരു വലിയ കാലയളവിന് ശേഷം ജീവനുള്ള മുഖമുള്ള ദിലീപിനെ കാണാൻ കഴിഞ്ഞുവെന്നാണ് സിജിൻ കൂവള്ളൂർ എന്നയാൾ അഭിപ്രായപ്പെടുന്നത്. കേസും കൂട്ടവുമായി നടക്കുന്നതിനിടയിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അഭിനയിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിരാശ നിറഞ്ഞ മുഖത്തിൽ നിന്നും ജീവനുള്ള മുഖമുള്ള ഒരു ദിലീപേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിൻസിലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചിരിക്കില്ലെന്ന വാശിയില്ലാതെ കണ്ടാൽ ഫസ്റ്റ് ഹാഫ് മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്ലീശ പരിപാടി തോന്നിയെങ്കിലും ഫാമിലി സെന്റിമെന്റ്സും മറ്റുമായി തെറ്റില്ലാതെ കണ്ടിരിക്കാം. കഥ പുതുമുള്ളതല്ല എങ്കിലും പറയുന്ന അന്തരീക്ഷം വളരെ കാലിക പ്രസക്തമാണ്. 2 കൺട്രീസ്, മൈ ബോസ് പോലെ ഒന്നും എത്തിയില്ല എങ്കിലും വളരെ നല്ല കുടുംബ ചിത്രമാണ്. ഷാരിസ് മുഹമ്മദിന്റെ നല്ല തിരക്കഥ. പുതുമുഖ സംവിധായകൻ പിന്റോ സ്റ്റീഫന് ആ പണി അറിയാമെന്ന് തെളിയിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. തുടക്കം മുതൽ അവസാനം വരെ കുടുംബസമേതം തിയേറ്ററിലിരുന്ന് ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് KP നജീമുദ്ദീൻ എന്നയാളും അഭിപ്രായപ്പെടുന്നു. ഒരു ദിലീപ് സിനിമ തിയേറ്ററിൽ ഇത്രയും ആരവങ്ങളോടെ കണ്ടിറങ്ങിയിട്ട് വർഷങ്ങളായി. 2 കൺട്രീസ് ആയിരുന്നു ഇത്രയും നിറഞ്ഞ സദസ്സിൽ കൂട്ടച്ചിരിയും കയ്യടികളുമായി ആസ്വദിച്ച് കണ്ട ഒരു ദിലീപ് ചിത്രം. സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, മഞ്ജു പിള്ള തുടങ്ങി വരുന്നവരും പോകുന്നവരുമൊക്കെ ഗംഭീര പ്രകടനം. പുതിയ നായികയുടെ പ്രകടനമാണ് ഏറ്റവും ഗംഭീരം. ആദ്യ സിനിമയാണെന്നും തോന്നാത്ത വിധം വളരെ വെടുപ്പായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക്, ഡയറക്ഷൻ, എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ജനഗണമന, ക്യൂൻ, മലയാളി ഫ്രെയിം, ഇന്ത്യ എന്നിവയ്ക്ക് ശേഷം ഇന്നത്തെ കാലത്ത് ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയവുമായി തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദ് വീണ്ടും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കുടുംബ ചിത്രമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.